സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാകും ഒരു ജലവർഷത്തിന്റെ ആദ്യമേ തന്നെ ഡാമുകൾ ഇത്ര നിറയുന്നത്. ജൂണിൽ മഴ തുടർച്ചയായി പെയ്താൽ 2018 പ്രളയത്തിന് സമാനമായ സാഹചര്യത്തിലേക്ക് എത്തും. ജലവർഷം നാളെയാണ് അവസാനിക്കുന്നത്. പുതിയ ജലവർഷം എത്തുന്നതിന് മുൻപ് തന്നെ ആവശ്യമായ കരുതൽ ശേഖരത്തിന്റെ 3 വെള്ളമാണ് റിസർവോയറുകളിൽ ഇപ്പോഴുള്ളത്. അതായത് 1542.46 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം. മഴ ഇതുപോലെ 3 ദിവസം കൂടി തുടർന്നാൽ 500 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള കരുതൽ വെള്ളം ഉണ്ടാകേണ്ടയിടത്ത് ഏകദേശം 2000 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ജൂൺ 1 ഡാമുകളിലുണ്ടാവും. അതേസമയം വൈദ്യുതി ഉൽപ്പാദനം കുറയുകയും ഡാമുകളിലേക്കുള്ള ഒഴുക്ക് കൂടുകയും ചെയ്തതോടെ ചെറുകിട ഡാമുകൾ തുറന്നുവിട്ടു തുടങ്ങിയിട്ടുണ്ട്. ജൂൺ 1 മുതൽ മെയ് 31 വരെയാണ് KSEB ജലവർഷമായി കണക്കാക്കുന്നത്. കാലവർഷം വൈകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മെയ് 31 വരെ 500 തൊട്ട് 600 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം കരുതൽ സൂക്ഷിക്കാറുണ്ട്. എന്നാൽ വേനലിൽ പ്രതീക്ഷിച്ചത്ര വൈദ്യുതി ഉപയോഗം ഇല്ലാതെ വരികയും കാലവർഷം നേരത്തെ എത്തുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഡാമുകളിൽ സംഭരണശേഷിയുടെ 37% വെള്ളമുണ്ട്. 14.5% വെള്ളം മാത്രം നിലനിർത്തേണ്ട സ്ഥാനത്താണിത്. മെയ് മാസത്തിൽ വൈദ്യുതി ആവശ്യവും ഉപഭോഗവും കുറയുന്നത് മനസ്സിലായിട്ടും അതനുസരിച്ച് ജലവൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാത്തതാണ് കാലവർഷത്തിന്റെ ആദ്യ ദിവസങ്ങൾ തന്നെ ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണമായിട്ടുള്ളത്. കൂടാതെ കരുതൽ ശേഖരം പരമാവധി ഉപയോഗിക്കാതെ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുകയും ചെയ്തിരുന്നു. ഈ വർഷം ഏറ്റവും ഉയർന്ന ഡിമാൻഡ് പ്രതീക്ഷിച്ച മെയ് മാസത്തിൽ വൈദ്യുതി ഉപഭോഗം ആ നിലയിലേക്ക് എത്തിയിരുന്നില്ല. ഈ വർഷം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായത് മാർച്ച് 20-നാണ്. അത് 5347 മെഗാവാട്ട് ആയിരുന്നു. അതേസമയം കനത്ത മഴയിൽ പല ഡാമുകളും നിറഞ്ഞു കവിയുന്ന സാഹചര്യമാണുള്ളത്. പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് ക്രമീകരിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ചാലക്കുടി പുഴയിലേക്ക് വെള്ളം ഒഴുക്കിവിടുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചിരുന്നു. അതിഭീമമായ മഴയുണ്ടാകുന്ന പക്ഷം അടിയന്തര ഘട്ടത്തിൽ രാത്രികാലങ്ങളിലും ഷട്ടറുകൾ തുറന്ന് വെള്ളം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കാൻ നേരത്തെ അനുമതി നൽകിയിരുന്നു. പെരിങ്ങൽകുത്ത് ഡാമിലെ അധിക ജലം ഒഴുക്കിവിടുന്നത് മൂലം ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ സമീപവാസികൾ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. പുഴയിൽ മത്സ്യബന്ധനം അനുവദിക്കുന്നതല്ല എന്നും കളക്ടർ അറിയിച്ചിരുന്നു. മറ്റൊന്ന്, ഇടുക്കി മലങ്കര ഡാമിന്റെ ഷട്ടറുകളും മുന്നറിയിപ്പില്ലാതെ തുറന്നിരുന്നു. നദികളിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്തു. ഡാമിന്റെ ഷട്ടറുകൾ 6 തുറന്നിരിക്കുന്നത്. ഇതേ തുടർന്ന് തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയർന്നു. ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിൽ നിന്നോ ജലവിഭവ വകുപ്പിൽ നിന്നോ പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതേസമയം എന്തുകൊണ്ടാണ് മുന്നറിയിപ്പില്ലാതെ ഷട്ടറുകൾ തുറന്നതെന്ന് വ്യക്തമല്ല. ഷട്ടറുകൾ തുറക്കുന്നത് സംബന്ധിച്ച് PRDക്ക് വിവരം ലഭിച്ചിരുന്നില്ല. ജലവകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് അണക്കെട്ടുള്ളത്. ശക്തമായ മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് ക്രമീകരിക്കാൻ ഷട്ടറുകൾ തുറക്കാറുണ്ട്. എന്നാൽ 5 ഷട്ടറുകൾ ഒരുമിച്ച് തുറന്നാൽ മുന്നറിയിപ്പ് കൊടുക്കേണ്ടതാണ്. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം എപ്പോഴും ചർച്ചാ വിഷയമാകാറുള്ള മുല്ലപ്പെരിയാറിൽ മരം മുറിക്കാൻ അനുമതി തേടിയ തമിഴ്നാട് സർക്കാരിന്റെ അപേക്ഷ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. മുല്ലപ്പെരിയാറിലെ ബേബി ഡാം ബലപ്പെടുത്താൻ വേണ്ടി മരം മുറിക്കാൻ അനുമതി തേടിയാണ് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമായ സംഭവത്തിൽ കേരളം എതിരെ നിൽക്കുന്നുവെന്ന വാദം ഉയർത്തിയാണ് തമിഴ്നാട് സുപ്രീം കോടതിയിൽ വാദിച്ചത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിനുള്ള തമിഴ്നാടിന്റെ അപേക്ഷ കേരളം കേന്ദ്രത്തിന് അയക്കണമെന്നും 3 ആഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നുമാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തങ്ങളുടേതാക്കാൻ തമിഴ്നാട് പണ്ട് മുതൽ കോടികളാണ് മുടക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലുള്ള വെള്ളം തമിഴകത്തിന് ഒരിക്കലും ഒഴിവാക്കാനാകില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണിക്കുള്ള തമിഴ്നാടിന്റെ അപേക്ഷ കേരളം അംഗീകരിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. പണി നടക്കുന്ന സ്ഥലത്ത് കേരളത്തിലെ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം ഉറപ്പാക്കണം. ഇതിനായി സാധന സാമഗ്രികൾ കൊണ്ടുപോകാൻ റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചിട്ടുണ്ട്. റോഡ് കേരളം നിർമ്മിക്കാനും ചെലവ് തമിഴ്നാട് വഹിക്കാനുമാണ് നിർദ്ദേശം. ഡോർമിറ്ററിയുടെ അറ്റകുറ്റപ്പണി നടത്താനും തമിഴ്നാടിന് അനുവാദം നൽകിയിട്ടുണ്ട്. ഒരു ബോട്ട് കൂടി അനുവദിക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം നിയന്ത്രണങ്ങൾക്ക് വിധേയമായി അംഗീകരിക്കണം. ഗൗട്ടിംഗ് സംബന്ധിച്ച തീരുമാനം മേൽനോട്ട സമിതിക്കും സുപ്രീം കോടതി വിട്ടിട്ടുണ്ട്. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത്. നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടുമായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് തങ്ങളുടേതാക്കാൻ തമിഴ്നാട് പണ്ട് മുതൽ കോടികളാണ് മുടക്കുന്നത്.
മുല്ലപ്പെരിയാർ അണക്കെട്ടിലുള്ള വെള്ളം തമിഴ്നാടിന് ഒരിക്കലും ഒഴിവാക്കാനാകില്ല. മുല്ലപ്പെരിയാറിലെ ബേബി ഡാം ബലപ്പെടുത്താൻ വേണ്ടി മരം മുറിക്കാൻ അനുമതി തേടിയാണ് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചത്.